ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി മുരിങ്ങക്ക വെച്ചുള്ളൊരു വറവൽ റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാദ്യം തന്നെ മുരിങ്ങക്ക ഇവിടെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ട് ഒരു കുക്കറിലേക്ക് നമ്മൾ ലേശം മുളക് പൊടിയും അതുപോലെ തന്നെ ലേശം മുളക് പൊടിയും ഈ മഞ്ഞൾപ്പൊടിൻ്റെ വെള്ളം തന്നെ ചേർത്തിട്ട് നമ്മളവിടെ വെക്കുന്നുണ്ട്, കലക്കി വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ ഒരു മുരിങ്ങക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുക്കർ നന്നായിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെക്കുക കേട്ടോ. എന്നിട്ട് അത് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ നേരം കൊണ്ട് ലേശം തേങ്ങ ചിരവിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കിത് അരച്ചെടുക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ തേങ്ങയും പച്ചമുളകും നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് മിക്സ് ആവരുത്. ചമ്മന്തിക്ക് അരയ്ക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി മുകളിലേക്ക് ഒരു തരിതരിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി തേങ്ങ. അപ്പോൾ തേങ്ങ അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മുടെ മുരിങ്ങക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ബാക്കി സാധനങ്ങൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെന്തിക്കണോ നന്നായിട്ട് നോക്കുക. അപ്പോൾ വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങയും പച്ചമുളകും മാത്രം ഇട്ട് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തതാണ്. അപ്പോൾ ആ ഒരു അരപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജാറിൽ ലേശം വെള്ളം ഒഴിച്ച് ആ വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഇതാക്കാൻ. ഇതിൽ ഒരുപാട് പൊടികളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. കരിവേപ്പിലയും ജസ്റ്റ് ഒന്നിങ്ങനെ കളർ മാറുന്നത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു വറവൽ നേരെ ഈ ഒരു ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ പൂർണ്ണമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായി പറ്റും. ഇഷ്ടമായ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.